അസ്സലാമു അലൈക്കും. ന്യൂഹ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ തന്നെ നമുക്ക് പണി കിട്ടിയിരിക്കുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇന്നലെ നല്ല വെയിലേന്നല്ലോ. അപ്പം ഇന്ന് രാവിലെയും വെയിൽ നല്ലോണം അങ്ങനെ ഇളിച്ചാടുന്നുണ്ട്. അപ്പം ഞാൻ കുറച്ച് ഗോതമ്പ് ഉണ്ടായിരുന്നു, അത് കഴുകി പേരൻ്റെ മേലെ കൊണ്ടുപോയിട്ടു കേട്ടോ. അത് കഴിഞ്ഞ് മേലെന്ന് താഴെത്തിയപ്പോഴത്തേന് മഴ ചെയ്തു. അത് വാരി കൊടുന്നും കട്ടനെ ഒന്ന് ചൂട് പിടിച്ചിട്ടുള്ളൂ കേട്ടോ. അതാണ് ഇപ്പം ആദ്യം കണ്ടത്. അപ്പം ഇങ്ങനെ നിന്നപ്പോൾ എനിക്ക് തോന്നി ഇപ്പം ഇന്നെന്താ സ്കൂൾ ഇട്ട് വരുമ്പോഴത്തേന് ഉണ്ടാക്കാന്നിങ്ങനെ വിചാരിച്ചപ്പോഴാണ് ചോറുണ്ടായിന്, പഴയ ചോറ് ഇന്നലത്തെ. അത് നല്ലോണം മിക്സിയിലിട്ടുണ്ട് ആട്ടി, അതിക്ക് ലേശം റവയും കുറച്ച് ഗോതമ്പപ്പൊടി, കുറച്ച് ശർക്കരയും ഒരു 4 ഏലക്കായും കൂടി ഇട്ടുങ്ങാണ്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ചുങ്ങാണ്ട് വേഗം അതൊരു അപ്പം പോലെ അങ്ങോട്ട് ഉണ്ടാക്കി വെച്ചിക്കണം. നമുക്ക് കട്ട് ചെയ്ത് തിന്നാം, ഹലുവ വേണമെങ്കിൽ പോലെ ആക്കി അങ്ങനെ തിന്നാം, കലത്തപ്പം പോലെ വേണമെങ്കിൽ അങ്ങനെ തിന്നാം വിചാരിച്ചുങ്ങാണ്ടാട്ടോ. അപ്പം അതിൻ്റെയൊക്കെ പണിയൊക്കെ വേഗം കഴിച്ചിട്ട് എഴുതിട്ടോ. മഴ ഇനിയും പെയ്യോ അതോ വെയിലറിച്ചോ ഒന്നും അറിയില്ല. ഗോതമ്പ് ഒന്നും കൂടി ചൂടായിക്കണമെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പം നമുക്ക് ഇതിന്നാലും ഇങ്ങനെ ചുട്ടെടുക്കാൻ കരുതി. അപ്പം നോക്കുമ്പോൾ അതിക്ക് നോക്കുമ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരി അങ്ങനത്തെ ഒന്നുമില്ല, കുറച്ച് നെയ്യ് ഉണ്ടായിരുന്നു. അതിൽ ഞാൻ വേഗം ഒരു തേങ്ങ എടുത്തുങ്ങാണ്ട് പൂണ്ട് അതിങ്ങനെ കൊത്തി എടുത്തേക്കുക കേട്ടോ. എന്തെങ്കിലും ഒന്ന് വേണമല്ലോ കടിച്ചാൻ. അപ്പം ഇനി ഞാൻ ഈ പാൻ അടുപ്പത്ത് വെച്ചിക്കണ്. ആ പാനിക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്ത് പിന്നെ ആ തേങ്ങ ആദ്യം ഒന്ന് മൂപ്പിച്ചെടുത്തു കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക്, ഷെയർ, കമൻറ്റും ഒക്കെ തരിക കേട്ടോ, ആരും മറക്കണ്ട. അപ്പം നമ്മളെ തേങ്ങ അയക്ക് മുഴുവൻ ഇട്ട് കൊടുത്തു. അത് നല്ലോണം ഒന്ന് വറുത്ത് കോരി മാറ്റി വെച്ചു കേട്ടോ. ഞാൻ അയക്ക് നമുക്ക് ആ ഉണ്ടാക്കി വെച്ച ഈ മാവ് അയക്കാണ്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നെയ്യ് അതിൽ തന്നെ ഉണ്ട്, നമ്മൾ തേങ്ങ ഇതാക്കിൻ്റെ നെയ്യ്. ഇനി നമുക്ക് ഇങ്ങനെ കുറുകി വരുന്നതിനനുസരിച്ച് ചീച്ച അങ്ങനെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം അതിൽ കടന്നിങ്ങനെ വേകട്ടെ. ഇങ്ങനെ അടിയിൽ പിടിച്ചാതെ തീയൊക്കെ പറ്റ കുറച്ചാണ് കേട്ടോ. അങ്ങനെ തീയൊക്കെ കുറച്ച് ഇങ്ങനെ ഇളക്കി കുറച്ച് ഇങ്ങനെ ഇളക്കി ഇങ്ങനെ എടുത്തെടുത്ത് ഇത് കുറുകി വരുന്നുണ്ട് കേട്ടോ. ഒരു പകുതിയൊക്കെ ഉണ്ടായപ്പോൾ ഞാൻ കുറച്ച് തേങ്ങാ കൊത്തായിക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. അതിൻ്റെ ഇടയിൽ അവിടെ ഇവിടെയൊക്കെ ആയിക്കോട്ടെ എതിങ്ങാണ്ട്. പിന്നെ അത് ഒന്നും കൂടി നല്ലോണം കുറുകി വന്നപ്പോൾ കുറച്ച് നെയ്യ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒഴിച്ചു കൊടുത്ത് അതിപ്പോൾ നല്ലോണം ആയി. ഇനി ഞാൻ ഒരു പാത്രം നെയ്യ് ഇതാക്കിങ്ങാണ്ട് അവിടെ വെച്ചിക്കണ്. അതിക്ക് നമുക്കിത് മാറ്റി കൊടുക്കാം കേട്ടോ. ഒരു കിണ്ണാണ് സ്റ്റീലിൻ്റെ, അതിക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം അതാ നമ്മളിത് ഇതിൽ സെറ്റ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒക്കെ ലൈക്ക് ചെയ്തോളി, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമല്ലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തോളി കേട്ടോ. പിന്നെ അത് നമ്മൾ അതിലിട്ടുങ്ങാണ്ട് നല്ലോണം സെറ്റാക്കിട്ടോ. സെറ്റാക്കിങ്ങാണ്ട് എടുത്ത് അതിൻ്റെ മേലെ ഇതേപോലെ ആ ബാക്കി ഉണ്ടായിരുന്ന തേങ്ങനെ വെച്ച് നല്ലോണം ഒന്ന് ഡെക്കറേഷൻ ചെയ്ത് കൊടുത്തുട്ടോ. അങ്ങനെ ഒരു ഭംഗിക്ക്. അപ്പം അങ്ങനെയാണ്. ഇത് ഇനി കുറച്ച് നേരം ചൂടാറാൻ വെക്കണമല്ലോ. അങ്ങനെ കുറച്ച് നേരം ചൂടാറിയിട്ട് ഞാനൊരു 1 മണിക്കൂറോളം ഫ്രിഡ്ജിക്ക് മാറ്റിയിട്ടോ, പെട്ടെന്ന് കട്ടയായി കിട്ടാനാണ്. അതൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ നല്ല വെയിലിനെ വിശ്വസിക്കാൻ പറ്റുന്ന വെയിലൊന്നും അല്ല. എന്നാലും ഞാൻ ആ വെയിൽ കണ്ടപ്പോൾ പിന്നെയും ഞാൻ ആ ഇത് മേലെ തന്നെ കൊണ്ടുപോയിട്ടു കേട്ടോ. അങ്ങനെ ഇപ്പം അത് പകുതി മുക്കാൽ ഭാഗമൊക്കെ ഉണങ്ങിയിരിക്കണ്. ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ല, നാളെ ഒന്നും കൂടി ഉണക്കിയാൽ പൊടിപ്പിച്ച. അതിൻ്റെ ഇടയിൽ ഇന്നലെ വെയിലത്ത് എടുത്ത പണികളാണ് കേട്ടോ. മുറ്റത്ത് കുറേ മെറ്റലുകളുണ്ടായിരുന്നു. ആ മെറ്റൽ ഇങ്ങനെ കിടക്കുകൊണ്ട് മഴ ചെയ്താൽ വെള്ളം പോകാനൊക്കെ ഗതികേടായിരുന്നു. അപ്പോൾ അത് ഇടണം കരുതി അങ്ങനെ മഴയായി അങ്ങനെ ആയി. ഇന്നലെ അത് വാരിയിടലായിരുന്നു. അപ്പോൾ വാരൽ കഴിഞ്ഞിട്ട് ഞാൻ അങ്ങേ അരിക്ക് ലേശം കൂടി പുല്ലും പിന്നെ ചെടിയാളെ അതും ഇതുമൊക്കെ ഉണ്ട്, അതൊക്കെ മാറ്റാനുണ്ട്. അതൊക്കെ പാടെ ഒരു ദിവസം എടുക്കുമ്പോഴത്തേന് നമ്മൾ
ആകെ തളരും. അപ്പോൾ ഇന്നത്തെ ഒക്കെ അങ്ങനെയൊക്കെ നിർത്തി വെച്ചിക്കുക കേട്ടോ. അതിമേയൊന്നും ഒന്നും തൊട്ടിട്ടില്ല. മിറ്റൊക്കെ ഒന്ന് അടിച്ചു ഓരിയിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെയാണ്. ഇങ്ങനെ ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പം എല്ലാ കൂട്ടുകാരും വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ നാളെ വരാം. പിന്നെ അടിപൊളി ടേസ്റ്റാണ്. ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അടിപൊളി ആയിക്കണം കേട്ടോ. കുട്ടികൾക്ക് ചായക്ക് കടിക്ക് കൊടുക്കുകയും ചെയ്യാം. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരും വരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ബൈ ബൈ.